കഠിനപാപികളുടെ മാനസാന്തരത്തിനു വേണ്ടി സഹനാനന്ദ ജപമാല ഓരോ ദിവസവും ചൊല്ലിയാൽ മാനസാന്തരം എന്ന പ്രാർത്ഥനയിലേക്ക് അടുക്കുകയും വിശ്വാസത്തിൽ ജീവിക്കുകയും ചെയ്യും. ഓ പരിശുദ്ധ വ്യാകുല മാതാവേ, അവിടുത്തെ സഹനാനന്ദം എൻ്റെ ഹൃദയത്തിൻ്റെ ആനന്ദമാക്കി മാറ്റണമേ. അങ്ങനെ ചൊല്ലിയിട്ട് വിശ്വാസ പ്രമാണം: സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്നും പിറന്ന് പന്തിയോസ് പിലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചിറക്കപ്പെട്ട് പാതാളമിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടുന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും മുന്നേന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾ തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്തുതി. കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഇങ്ങനെ 3 നന്മ നിറഞ്ഞ മറിയവും ഒരു ത്രിത്വസ്തുതിയും ചൊല്ലണം. ഓരോ രഹസ്യത്തിനും ശേഷം: ഓ ഈശോയെ, അങ്ങയുടെ മാതാവിൻ്റെ സഹനാനന്ദത്താൽ എൻ്റെ ആത്മാവിനെ അതിൻ്റെ ശിശുസൗന്ദര്യത്തിൽ വീണ്ടെടുക്കണമേ എന്ന് ചൊല്ലണം. 1-ാം രഹസ്യം: പരിശുദ്ധ ദേവമാതാവേ, പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയും സ്വർഗീയ രഹസ്യം അറിഞ്ഞിരിക്കുന്ന ദിവ്യകാരുണ്യ സക്രാരിയുമായി അവിടുത്തെ സഹന ഹൃദയത്തെ നിത്യപിതാവിലൂടെ ഒരുക്കിയതിനെ നമുക്ക് ധ്യാനിക്കാം. പരിശുദ്ധ മറിയത്തിൻ്റെ സഹനാനന്ദത്തെ പ്രതി ഈശോയെ എൻ്റെ മേലും ഈശോയെ ഞങ്ങളുടെയും കഠിനപാപികളുടെയും മേൽ കരുണയായിരിക്കണമേ എന്ന് 10 പ്രാവശ്യം ചൊല്ലണം. 2-ാം രഹസ്യം: പരിശുദ്ധ ദേവമാതാവ് തൻ്റെ പുത്രൻ്റെ കുരിശുമരണത്തിലൂടെ ഗെത്സമൻ തോട്ടവും കാൽവരിയിലെ ബലിപീഠവും പാനപാത്രമായി അവിടുത്തെ സഹന ഹൃദയത്തെ ഒരുക്കിയതിനെ നമുക്ക് ധ്യാനിക്കാം. പരിശുദ്ധ മറിയത്തിൻ്റെ സഹനാനന്ദത്തെ പ്രതി ഈശോയെ ഞങ്ങളുടെ മേലും കഠിനപാപികളുടെ മേലും കരുണയായിരിക്കണമെന്ന് 10 പ്രാവശ്യം 2-ാം രഹസ്യം കഴിയുമ്പോൾ ചൊല്ലണം. 3-ാം രഹസ്യം: പരിശുദ്ധ ദേവമാതാവ് തൻ്റെ പുത്രോത്ഥാനത്തിലൂടെ പ്രത്യാശയുടെ കൂടാരവും സമാധാന വസതിയും നന്മരണവാതായനവുമാക്കി അവിടുത്തെ സഹനഹൃദയത്തെ ഒരുക്കിയതിനെ നമുക്ക് ധ്യാനിക്കാം. പരിശുദ്ധ മറിയത്തിൻ്റെ സഹനാനന്ദത്തെ പ്രതി ഈശോയെ ഞങ്ങളുടെയും കഠിനപാപികളുടെയും മേൽ കരുണയായിരിക്കണമേ എന്ന് 10 പ്രാവശ്യം ചൊല്ലണം. 4-ാം രഹസ്യം: പരിശുദ്ധ ദേവമാതാവ് തൻ്റെ പുത്രൻ്റെ സ്വർഗ്ഗാരോഹണത്തിലൂടെ നിത്യ തേജസ്സിൻ്റെ അമർത്യതയുടെ കൂടാരമായി നിത്യജീവൻ്റെ സ്പന്ദനവും കാരുണ്യത്തിൻ്റെ സിംഹാസനവുമാക്കി അവിടുത്തെ സഹനഹൃദയത്തെ ഒരുക്കിയതിനെ നമുക്ക് ധ്യാനിക്കാം. പരിശുദ്ധ മറിയത്തിൻ്റെ സഹനാനന്ദത്തെ പ്രതി ഈശോയെ ഞങ്ങളുടെ മേലും കഠിനപാപികളുടെ മേൽ കരുണയായിരിക്കണമേ എന്ന് 10 പ്രാവശ്യം ചൊല്ലണം. 5-ാം രഹസ്യം: പരിശുദ്ധ ദേവമാതാവ് തൻ്റെ സ്വർഗ്ഗാരോപണത്തിലൂടെ ആത്മനവീകരണ മധ്യസ്ഥയും സ്വർഗം തുറക്കുന്ന വാതായനവുമായി സഹനഹൃദയത്തെ പരിശുദ്ധ ത്രിത്വത്തിലൂടെ ഒരുക്കിയതിനെ നമുക്ക് ധ്യാനിക്കാം. പരിശുദ്ധ മറിയത്തിൻ്റെ സഹനാനന്ദത്തെ പ്രതി ഈശോയെ ഞങ്ങളുടെ മേലും കഠിനപാപികളുടെ മേൽ കരുണയായിരിക്കണമേ. ഇങ്ങനെ 10 പ്രാവശ്യം ചൊല്ലണം. അത് കഴിഞ്ഞ് സമർപ്പണം. ഓ ഈശോ,
പരിശുദ്ധ മറിയത്തിൻ്റെ സഹനാനത്തെ പ്രതി കഠിനപാപികളെ മാനസാന്തരപ്പെടുത്തണമേ. ശുദ്ധീകരണാത്മാക്കളെ രക്ഷിക്കണമേ. അടുത്തതിൽ ലുത്തിനിയ. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഭൂലോകരക്ഷകനായ പുത്രനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദിവ്യകാരുണ്യ സക്രാരിയായ സഹനാനന്ദ ഹൃദയമേ ഞങ്ങളുടെ ആത്മാവിൻ്റെ അഭയമായിരിക്കണമേ. വാഗ്ദാന പേടകമായ സഹനാനന്ദ ഹൃദയമേ ഞങ്ങളുടെ ആത്മാവിൻ്റെ അഭയമായിരിക്കണമേ. മഹത്വത്തിൻ്റെ സിംഹാസനമായ സഹനാനന്ദ ഹൃദയമേ ഞങ്ങളുടെ ആത്മാവിൻ്റെ അഭയമായിരിക്കണമേ. കാലിത്തൊഴുത്തായ സഹനാനന്ദ ഹൃദയമേ ഞങ്ങളുടെ ആത്മാവിൻ്റെ അഭയമായിരിക്കണമേ. വചനസിംഹാസനമായ സഹനാനന്ദ ഹൃദയമേ ഞങ്ങളുടെ ആത്മാവിൻ്റെ അഭയമായിരിക്കണമേ. ഇങ്ങനെ ലുത്തിനിയ ചൊല്ലി അവസാനം ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യകുഞ്ഞാടേ കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യകുഞ്ഞാടേ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യകുഞ്ഞാടേ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സമർപ്പണം. പിതാവായ ദൈവത്തിൽ നിന്നും പരിശുദ്ധ മറിയത്തിൻ്റെ ഉദരത്തിലേക്ക് പുത്രനായി നൽകപ്പെട്ട സ്വർഗീയാഗ്നിയായ പരിശുദ്ധാത്മാവെ അങ്ങയെ ഞങ്ങൾ സ്നേഹിക്കുന്നു. പരിശുദ്ധ മറിയത്തിൻ്റെ സഹന ഹൃദയത്തിൽ നിന്നൊഴുകുന്ന ഈശോയുടെ തിരുരക്തത്താൽ ഞങ്ങളുടെ പാപങ്ങൾ കഴുകി ഞങ്ങളെ നവീകരിക്കണമേ. ആമേൻ.